ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണസദ്യയിൽ നമ്മൾ ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കുന്ന പ്രധാനമായിട്ടുള്ളൊരു കറിയാണല്ലോ സാമ്പാർ. അപ്പോൾ ഇന്നത്തെ ഈ സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ വളരെ രുചികരമായിട്ട് തയ്യാറാക്കുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങൾ എൻ്റെ കയ്യിലുള്ള കഷ്ണങ്ങളായിട്ട് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, ചേന, പടവലങ്ങ, ക്യാരറ്റ്, തക്കാളി, പിന്നെ കൊച്ചുള്ളി, പിന്നെ വെണ്ടയ്ക്കയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇതുപോലെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് നമ്മൾ അധികം പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് പടവലങ്ങ, ചേന, ഉരുളക്കിഴങ്ങ്, കൊച്ചുള്ളി, അതുപോലെ ക്യാരറ്റ്, ഇത്രയും കഷ്ണങ്ങളുടെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പ് പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ വെള്ളത്തോടു കൂടി വെന്ത പരിപ്പും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അത് ഞാൻ 2 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അധികം വേവില്ലാത്ത മുരിങ്ങയ്ക്കയും തക്കാളിയാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ആ മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇനി വെന്ത് വരുന്ന സമയത്ത് നമ്മൾ വെണ്ടയ്ക്ക ചേർത്തിട്ടില്ല. വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയ ശേഷം വേണം നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ഇനിയിപ്പോൾ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ ഒന്നിച്ച് ബാക്കിയുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ അതുകൂടെ വെന്ത് വരട്ടെ. ഇനി ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടാക്കിയ ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി. എന്നിട്ടാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തുള്ളത്. അതായത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഇത്രയും പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ചൂടായിട്ടുള്ള ചട്ടിയിൽ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പാന് നല്ലപോലെ ചൂടായിട്ട് ഉള്ളപ്പോഴാണ് ഞാൻ പൊടികൾ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ടാണ്. ആ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതുപോലെ ചൂടാക്കിയാൽ മതി. ഇനി നമുക്ക് ആ ചൂടായ പൊടികൾ നമുക്ക് ആ വെജിറ്റബിൾസ് നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളില്ലാത്ത രീതിയിൽ ആ പൊടികൾ അവിടെ ഇവിടെ ഒന്ന് പോയിട്ട് കട്ട പിടിക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇനി ആ പൊടികളുടെ കൂടെ നമുക്ക് ആ വെജിറ്റബിൾസിനെ ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ വെജിറ്റബിൾസിലേക്കെല്ലാം പൊടികളുടെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇതുപോലെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ എടുത്തുള്ളൂ. തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അധികം പുളിയില്ല. അപ്പോൾ അത്രയും പുളിയും വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതോടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുമ്പോൾ അധികമായി പോകരുത്. അധികമായി പോയി കഴിഞ്ഞാൽ സാമ്പാർ ഭയങ്കരമായിട്ട് ലൂസായി പോകും. അപ്പോൾ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത സമയത്ത് നമുക്ക് പുളിയുടെ അളവും ഉപ്പിൻ്റെ അളവെല്ലാം ഈ സമയത്ത് നമുക്ക് നോക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അതിലേക്കുള്ള താളിപ്പാണ്. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടുമ്പോൾ ഒരു 3-4 വറ്റൽമുളക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും അത്ര തന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അതായത് കായത്തിൻ്റെ ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാനും ആ മുളക് പൊടി ആ സാമ്പാറിന് നല്ലൊരു കളർ കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് അവസാനം ഇട്ട് കൊടുക്കുന്നത്. ഇനി ആ താളിപ്പ് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ അടിപൊളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. തേങ്ങയൊന്നും വറുത്തൊന്നും അരയ്ക്കേണ്ട. പൊടി ഇതുപോലെ ചെയ്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.